ഹലോ, ഹായ്. നമ്മുടെയൊക്കെ തലയിൽ ഒന്നോ രണ്ടോ നരയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയത്തില്ല, ആഹാ നരച്ചൊക്കെ തുടങ്ങിയല്ലോ എന്ന്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരെന്തോ പോലെ തോന്നും. അങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓർക്കും എന്നാൽ ഇനി ഡൈ പുരട്ടാമെന്ന്. ആ ഡൈ ഒക്കെ പുരട്ടാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണം. നമ്മുടെ തലയിൽ 3-4 നരയൊക്കെ കാണത്തുള്ളൂ. അപ്പോഴേ നമ്മൾ ഈ ഡൈ പുരട്ടി ഈ കറുപ്പിക്കാൻ നോക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഡൈ പുരട്ടി അത് കറുപ്പിക്കുകയല്ല ചെയ്യുന്നത്, മൊത്തം വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാണത്തില്ലയോ? 3-4 നരയുള്ളവർ ഡൈ പുരട്ടാൻ തുടങ്ങിയിട്ട് പിന്നെ അവർക്ക് ഡൈ പുരട്ടാതിരിക്കാൻ പറ്റത്തേ ഇല്ല. ഒരു 3-4 യൂസ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ തലമുടി മൊത്തം നരയ്ക്കും. അപ്പം അത് ചില ബ്രാൻഡുകളൊക്കെ കാണുമായിരിക്കും, അതൊക്കെ നോക്കിയെടുക്കുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത് ഒരു 5-6 നരയെ തുടങ്ങുന്നവരിപ്പം ഡൈ ഇല്ലാതെ അവർക്ക് പറ്റത്തേ ഇല്ല. ചില സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൈ പുരട്ടാതൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് ചില സമയത്ത് പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തലമുടി നരച്ചിരിക്കുമായിരിക്കും, അന്നേരം പോകാൻ ഒരു പ്രയാസമായി. ഡൈ പുരട്ടാതെ പോകാൻ പറ്റത്തില്ല. ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി സമയാസമയത്ത് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അവർക്ക് സ്വന്തമായിട്ട് വീട്ടുകാര്യങ്ങളും നോക്കി ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഇതിനകത്തോട്ട് പോകാവുള്ളൂ. അതുപോലെ ഏതെങ്കിലും നല്ല ബ്രാൻഡുകളൊക്കെ നോക്കി നല്ലോണം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടേ ഡൈ ഒക്കെ പുരട്ടാൻ തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടുപോകും. ചിലർ കാണത്തില്ലയോ, ഡൈ പുരട്ടാൻ സമയമൊന്നും ഇല്ലാതെ കുറേ ദിവസം ഇങ്ങനെ ഈ തലയോട്ടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വെളുത്ത് വരും. യഥാർത്ഥത്തിൽ അവരൊക്കെ ശരിക്കും നരയ്ക്കാനാണെങ്കിൽ, നാച്ചുറലായിട്ട് നരച്ച് വരാനാണെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും അത്രയും നരയ്ക്കാനൊക്കെ. ഈ ഡൈ ഒക്കെ പുരട്ടുമ്പോഴത്തേനും പെട്ടെന്ന് മുടി മൊത്തം അങ്ങ് നരയ്ക്കുക. പിന്നെ ഡൈ ഇല്ലാതെ പറ്റത്തില്ല. പണ്ട് നമ്മൾ ചില പ്രായമുള്ള ആൾക്കാരെയൊക്കെ കാണത്തില്ലയോ, അവരൊക്കെ ഈ പെട്ടെന്നൊന്നും അങ്ങനെ നരയ്ക്കത്തില്ലല്ലോ, മൊത്തം അങ്ങ് നരയ്ക്കത്തൊന്നുമില്ല. കുറേ വർഷങ്ങളെടുത്തിട്ടായിരിക്കും നരയ്ക്കുന്നത്. ഇപ്പോൾ ഉള്ള ആൾക്കാരെ അങ്ങനെയല്ല, ഡൈ പുരട്ടി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ മൊത്തം അങ്ങ് നരയ്ക്കുക, പിന്നെ ഡൈ ഇല്ലാതെ പറ്റത്തേ ഇല്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയുള്ള തലമുറ എന്ന് പറയുന്നത്, ഇനി എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിൽ കൂടുതലൊന്നും ആരും ഡൈ ഒന്നും പുരട്ടത്തില്ല. നമ്മുടെ ഈ ഒരു തലമുറ ഒക്കെ കഴിയുമ്പോൾ ഈ നെക്സ്റ്റ് ജനറേഷൻ വരുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അത് പൊരുത്തപ്പെട്ട് നിന്ന് പോകാൻ ഒരു മനസ്സുള്ള ആൾക്കാരാണ് ഇനിയുള്ള തലമുറക്കാരൊക്കെ. അപ്പം ഈ ഡൈ എന്നൊക്കെ പറയുന്നതൊന്നും ഇനി ആരും ഒരുപാട് കാലം ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഡൈ പുരട്ടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടിയൊന്നും ഇത്രയും അങ്ങ് നരയ്ക്കത്തൊന്നുമില്ല. ഡൈ ഇല്ലാതെ നമുക്ക് പറ്റുകയൊക്കെ ചെയ്യും. ആദ്യം തുടക്കം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കിന് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇത് വേണോ വേണ്ടായോ, ഇപ്പോഴേ തുടങ്ങണോ എന്ന് നല്ലപോലെ ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ചതിന് ശേഷമേ ഡൈ പുരട്ടാൻ തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 3-4 നരയും കൊണ്ട് നടക്കുന്നവർ അങ്ങനെ കുറേ വർഷങ്ങൾ നടക്കാൻ പറ്റും. പക്ഷേ ഈ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇല്ലാതെ പറ്റത്തേ ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ തലമുടിയെല്ലാം ഡൈ പുരട്ടി വെളുപ്പിച്ചിട്ട് പിന്നെ അത് കറുപ്പിക്കാൻ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ആദ്യമേന്ന് 5-6 നരയൊക്കെ കാണത്തുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഡൈ യൂസ് ചെയ്യാൻ തുടങ്ങാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.